ഓഫീസർ തസ്തികയിലേക്ക് കഴിഞ്ഞ ദിവസം നടന്ന കേരള PSC ക്വസ്റ്റ്യൻ പേപ്പർ 2ാം ഭാഗം 29ാം ചോദ്യം. പേപ്പർ റോളുകൾ തുടർച്ചയായി കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കട്ടർ. പേപ്പർ റോളുകൾ തുടർച്ചയായി കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കട്ടർ ഏതാണ്? ഓപ്ഷൻ എ റോട്ടറി കട്ടർ, ഓപ്ഷൻ ബി ഗില്ലിറ്റൻ കട്ടർ, ഓപ്ഷൻ സി കട്ടിംഗ് ബ്ലേഡ്, ഓപ്ഷൻ ഡി ഡൈ കട്ടർ. ഉത്തരം ഓപ്ഷൻ എ ആണ് റോട്ടറി കട്ടർ. 30ാം ചോദ്യം. ഹാർഡ് ബാൻഡ് ബുക്കുകളിൽ ഉപയോഗിക്കുന്ന എൻഡ് പേപ്പർ ഏത്? ഹാർഡ് ബൗണ്ട് ബുക്കുകളിൽ ഉപയോഗിക്കുന്ന എൻഡ് പേപ്പർ ഏത്? ഓപ്ഷൻ എ വൈറ്റ് പേപ്പർ, ഓപ്ഷൻ ബി നിറമുള്ള പേപ്പർ, ഓപ്ഷൻ സി ഡിസൈൻ പേപ്പർ, ഓപ്ഷൻ ഡി കറുത്ത പേപ്പർ. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, ഇത് കൺസിഡർ ചെയ്യണ്ട. 31st ക്വസ്റ്റ്യൻ. A4 സൈസ് 200 പേജുള്ള ഹാർഡ് ബൈൻഡ് പുസ്തകത്തിന് ആവശ്യമായ ഷീറ്റുകളുടെ എണ്ണം. A4 സൈസ് 200 പേജുകളുള്ള ഹാർഡ് ബൈൻഡ് പുസ്തകത്തിന് ആവശ്യമായ ഷീറ്റുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 150, ഓപ്ഷൻ ബി 50, ഓപ്ഷൻ സി 100, ഓപ്ഷൻ ഡി 200. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. 100 പേജുകളുള്ള ഷീറ്റുകളാണ് A4 സൈസിന് ആവശ്യം. 32ാം ചോദ്യം. ഒരേ വലിപ്പത്തിലുള്ള 2 പേപ്പർ ഒരെണ്ണം 90 GSM, മറ്റൊന്ന് 120 GSM. പ്രിന്റിംഗ് ക്വാളിറ്റി ഏതിന് മെച്ചമായിരിക്കും? ഓപ്ഷൻ എ 90 GSM, ഓപ്ഷൻ ബി 120 GSM, ഓപ്ഷൻ സി രണ്ടും ഒരേപോലെ, ഓപ്ഷൻ ഡി നിറമനുസരിച്ച് വ്യത്യാസം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് 120 GSM. 33ാം ചോദ്യം. പെർഫറേഷൻ പാറ്റേൺ ഏതൊക്കെ രൂപത്തിൽ ഉണ്ടാകും? പെർഫറേഷൻ പാറ്റേൺ ഏതൊക്കെ രൂപത്തിൽ ഉണ്ടാകും? ഓപ്ഷൻ എ സ്ട്രെയിറ്റ് ലൈൻ, ഡോട്ടഡ് ലൈൻ, സ്ലാക്ക് മാർക്ക്, ഓപ്ഷൻ ബി ഹെഡ് ലൈനുകൾ മാത്രം, ഓപ്ഷൻ സി 4 എഡ്ജ് അതിരുകൾ മാത്രം, ഓപ്ഷൻ ഡി സിഗ്നേച്ചർ സെലക്ഷൻ മാത്രം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, സൈഡ് ലൈൻ, ഡോട്ട് ലൈനുകൾ എന്നിവ. 34ാം ചോദ്യം. കേസ് ബൈൻഡിങ്ങിന് അനുയോജ്യമായ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? കേസ് ബൈൻഡിങ്ങിന് അനുയോജ്യമായ പുസ്തകങ്ങൾ. ഓപ്ഷൻ എ പത്രങ്ങൾ, ഓപ്ഷൻ ബി ലൈബ്രറി ബുക്കുകൾ, റഫറൻസ് ബുക്കുകൾ, ഓപ്ഷൻ സി നോട്ട് ബുക്കുകൾ, ഓപ്ഷൻ ഡി പെർഫറേറ്റ് ഫോമുകൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ലൈബ്രറി ബുക്കുകൾ, റഫറൻസ് ബുക്കുകൾ. 35ാം ചോദ്യം. ഏതു തരം ബൈൻഡിങ്ങിൽ സുഷിരങ്ങൾ ഉണ്ടാകാനാണ് വയർ പഞ്ചിങ് മെഷീൻ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ സ്പൈറൽ ബൈൻഡിംഗ്, ഓപ്ഷൻ ബി കേസ് ബൈൻഡിംഗ്, ഓപ്ഷൻ സി പെർഫെക്റ്റ് ബൈൻഡിംഗ്, ഓപ്ഷൻ ഡി ടൈപ്പ് ബൈൻഡിംഗ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, സ്പൈറൽ ബൈൻഡിംഗ്. 36ാം ചോദ്യം. പോളിവിനൈൽ അസറ്റേറ്റ് എന്താണ്? പോളിവിനൈൽ അസറ്റേറ്റ് എന്താണ്? ഓപ്ഷൻ എ അനിമൽ ഗ്ലൂ, ഓപ്ഷൻ ബി മെഴുകു പശ, ഓപ്ഷൻ സി സിന്തറ്റിക് പശ, ഓപ്ഷൻ ഡി ഫിഷ് ഗ്ലൂ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, സിന്തറ്റിക് പശ. 37ാം ചോദ്യം. പുസ്തകത്തുന്നലിനായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നൂൽ ഏതാണ്? പുസ്തകത്തുന്നലിനായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നൂൽ ഏതാണ്? ഓപ്ഷൻ എ സിൽക്ക് നൂൽ, ഓപ്ഷൻ ബി കോട്ടൺ നൂൽ, ഓപ്ഷൻ സി നൈലോൺ നൂൽ, ഓപ്ഷൻ ഡി മിനുസമുള്ള സിൽക്ക് വയർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, കോട്ടൺ നൂൽ. 38ാം ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ബൈൻഡിംഗ് തരം അല്ലാത്തത്? ഓപ്ഷൻ എ പെർഫെക്റ്റ് ബൈൻഡിംഗ്, ഓപ്ഷൻ ബി സാഡിൽ സ്റ്റിച്ചിങ്, ഓപ്ഷൻ സി കേസ് ബൈൻഡിംഗ്, ഓപ്ഷൻ ഡി സ്ക്രീൻ പ്രിന്റിംഗ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സ്ക്രീൻ പ്രിന്റിംഗ്. 39ാം ചോദ്യം. ടൈറ്റിൽ അച്ചടിക്കൽ, ഫോയിൽ പ്രിന്റിംഗ് തുടങ്ങിയവ ജോലികൾ ഏത് ഘട്ടത്തിൽ നടക്കുന്നു? ഓപ്ഷൻ എ ഫോർവാർഡിംഗ്, ഓപ്ഷൻ ബി ഫിനിഷിംഗ്, ഓപ്ഷൻ സി കൊളേറ്റിംഗ്, ഓപ്ഷൻ ഡി ഫോർഡിംഗ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഫിനിഷിംഗ്. 40ാം ചോദ്യം. ഒരു പുസ്തകത്തിന്റെ സ്പൈനിൽ അലങ്കാരത്തിനായി ഘടിപ്പിക്കുന്ന തുണി കഷണത്തിന്റെ പേര്. ഓപ്ഷൻ എ പേജ് സൈസ് മാർക്ക്, ഓപ്ഷൻ ബി കൊളേറ്റിംഗ് മാർക്ക്, ഓപ്ഷൻ ഡി ഹൈഡ് ബാൻഡ്, ഓപ്ഷൻ ഡി സിഗ്നേച്ചർ നമ്പർ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഹൈഡ് ബാൻഡ്. 41ാം ചോദ്യം. ബുക്ക് ബൈൻഡിങ്ങിൽ പേജുകൾ തുന്നൽ സാധാരണയായി ഉപയോഗിക്കുന്ന ബലമുള്ള നൂൽ. ഓപ്ഷൻ എ കോട്ടൺ നൂൽ, ഓപ്ഷൻ ബി സിൽക്ക് നൂൽ, ഓപ്ഷൻ സി ലിനൻ നൂൽ, ഓപ്ഷൻ ഡി നൈലോൺ നൂൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ലിനൻ നൂൽ.
42-ാം ചോദ്യം. കുറഞ്ഞ എണ്ണം പേജുകളുള്ള ലഘുലേഖകൾ, മാസികകൾ എന്നിവ വേഗത്തിൽ ബൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലളിതമായ രീതി ഏത്? ഓപ്ഷൻ എ കേസ് ബൈൻഡിംഗ്, ഓപ്ഷൻ ബി PUR ബൈൻഡിംഗ്, ഓപ്ഷൻ സി സാഡിൽ സ്റ്റിച്ച് ബൈൻഡിംഗ്, ഓപ്ഷൻ ഡി ലോക്ക് സ്റ്റിച്ച്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, സാഡിൽ സ്റ്റിച്ച് ബൈൻഡിംഗ്. 43-ാം ചോദ്യം. പുരാതന കാലത്ത് അലങ്കാര എയ്ഡ് പേപ്പറുകളുമായി സാധാരണയായി ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ഓപ്ഷൻ എ ഡിജിറ്റൽ പ്രിന്റിംഗ്, ഓപ്ഷൻ ബി തെർമൽ ബൈൻഡിംഗ്, ഓപ്ഷൻ സി മാർബിളിംഗ്, ഓപ്ഷൻ ഡി സ്കിൻ പ്രിന്ററിംഗ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, മാർബിളിംഗ്. 44-ാം ചോദ്യം. പുസ്തക നിർമ്മാണത്തിലെ ഏറ്റവും ലളിതവും ചെലവ് കുറഞ്ഞതുമായ ബൈൻഡിംഗ് രീതി ഏതാണ്? ഓപ്ഷൻ എ കേർഡ് തുന്നൽ, ഓപ്ഷൻ ബി ടൈപ്പ് തുന്നൽ, ഓപ്ഷൻ സി സാഡിൽ സ്റ്റിച്ചിങ്, ഓപ്ഷൻ ഡി കേസ് ബൈൻഡിംഗ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, സാഡിൽ സ്റ്റിച്ചിങ്. 45-ാം ചോദ്യം. കട്ടിയുള്ള പുസ്തകങ്ങളിൽ നട്ടെല്ലിലെ തുന്നൽ നൂലിന്റെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്ന രീതി ഏതാണ്? ഓപ്ഷൻ എ ഓവർകാസ്റ്റ്, ഓപ്ഷൻ ബി ഫൈക്ലിബിൾ, ഓപ്ഷൻ സി 2 ഓൺ അല്ലെങ്കിൽ ഓൾ അലോക്ക്, ഓപ്ഷൻ ഡി സ്റ്റാമ്പ് തുന്നൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, 2 ഓൺ അല്ലെങ്കിൽ ഓൾ അലോക്കിംഗ്. 46-ാം ചോദ്യം. തുന്നിയ പുസ്തക ഭാഗങ്ങൾ ഒരുമിച്ച് ചേർത്ത് കവറുമായി ഘടിപ്പിക്കുക. പ്രക്രിയയുടെ പേരെന്താണ്? ഓപ്ഷൻ എ ഫോർവേഡിംഗ്, ഓപ്ഷൻ ബി കട്ടിംഗ്, ഓപ്ഷൻ സി ഗ്ലൂവിംഗ്, ഓപ്ഷൻ ഡി കേസിംഗ് ഇൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കേസിംഗ് ഇൻ. 47-ാം ചോദ്യം. തുന്നലിനായി പേജുകൾ മടക്കുകളായി തയ്യാറാക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്ത്? ഓപ്ഷൻ എ എഡ്ജ് ട്രിമ്മിംഗ്, ഓപ്ഷൻ ബി ഫോർ ഡിഗിംഗ്, ഓപ്ഷൻ സി കവറിംഗ്, ഓപ്ഷൻ ഡി കേസിംഗ് ഇൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഫോർ ഡിഗിംഗ്. 48-ാം ചോദ്യം. ഒറ്റപ്പെട്ട ഷീറ്റുകൾ അല്ലെങ്കിൽ കുറഞ്ഞ മാർജിനുകളുള്ള പുസ്തകങ്ങൾ ബൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതി. ഓപ്ഷൻ എ ഓവർകാസ്റ്റ് തുന്നൽ, ഓപ്ഷൻ ബി സോൺ ഇൻ തുന്നൽ, ഓപ്ഷൻ സി 2 ഓൺ തുന്നൽ, ഓപ്ഷൻ ഡി സെക്ഷൻ തുന്നൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഓവർകാസ്റ്റ് തുന്നൽ. 49. പേജുകൾ മടക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന ഓപ്പറേഷൻ. ഓപ്ഷൻ എ ഗ്യാതറിംഗ്, ഓപ്ഷൻ ബി നോക്കിംഗ് ആപ്പ്, ഓപ്ഷൻ സി തുന്നൽ, ഓപ്ഷൻ ഡി കട്ടിംഗ്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 50-ാം ചോദ്യം. പ്രിന്റ് ചെയ്തതിനു ശേഷമുള്ള എല്ലാ അലങ്കാരം പൂർത്തിയാക്കൽ പ്രവർത്തനങ്ങളുടെയും ഒരുമിച്ച് പറയുന്ന പേര്. ഓപ്ഷൻ എ ബൈൻഡിംഗ്, ഓപ്ഷൻ ബി പ്രീ പ്രസ്, ഓപ്ഷൻ സി ഫിനിഷിംഗ്, ഓപ്ഷൻ ഡി പ്രസ് വർക്ക്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഫിനിഷിംഗ്. 51-ാം ചോദ്യം. പുസ്തകത്തിന്റെ അറ്റങ്ങൾ അലങ്കരിക്കുന്ന പ്രക്രിയ. ഓപ്ഷൻ എ ട്രിമ്മിംഗ്, ഓപ്ഷൻ ബി ഡിൽഡിംഗ്, ഓപ്ഷൻ സി സ്റ്റിച്ചിങ്, ഓപ്ഷൻ ഡി പാൻഡിംഗ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഗിൽഡിംഗ്. 52-ാം ചോദ്യം. ഒരു പുസ്തകത്തിലെ പേജുകളുടെ ഗ്രൂപ്പുകൾ ഒരുമിച്ച് പ്രിന്റ് ചെയ്ത് പിന്നീട് മടക്കുന്നത്. ഓപ്ഷൻ എ പേജസ്, ഓപ്ഷൻ ബി സിഗ്നേച്ചേഴ്സ്, ഓപ്ഷൻ സി സെക്ഷൻസ്, ഓപ്ഷൻ ഡി ലീവ്സ്. ഇത് ആക്ച്വലി ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 53-ാം ചോദ്യം. ലൈബ്രറി പുസ്തകങ്ങൾ ബൈൻഡ് ചെയ്യുന്നത് എന്തിനാണ്? ഓപ്ഷൻ എ ഭംഗി കൂട്ടാൻ, ഓപ്ഷൻ ബി ഷെൽഫ് ലൈഫ് കൂട്ടാൻ, ഓപ്ഷൻ സി കവർ ചിത്രങ്ങൾ മറയ്ക്കാൻ, ഓപ്ഷൻ ഡി റിസർവ് ചെയ്യാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഷെൽഫ് ലൈഫ് കൂട്ടുവാൻ. 54-ാം ചോദ്യം. ബ്ലോക്ക് ബൈൻഡിംഗ് എന്ന് സാധാരണയായി അറിയപ്പെടുന്നത് ഏത് ബൈൻഡിംഗ് ആണ്? ഓപ്ഷൻ എ സാഡിൽ സ്റ്റിച്ചിങ്, ഓപ്ഷൻ ബി പെർഫെക്റ്റ് ബൈൻഡിംഗ്, ഓപ്ഷൻ സി കേസ് ബൈൻഡിംഗ്, ഓപ്ഷൻ ഡി വയർ സ്റ്റിച്ചിങ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, കേസ് ബൈൻഡിംഗ്. 55-ാം ചോദ്യം. ഒരു പേജ് 2 തവണ മടക്കി ഒരു എൽ ആകൃതിയിൽ ആക്കുന്ന മടക്കുന്ന രീതി. ഓപ്ഷൻ എ സിംഗിൾ ഫോൾഡ്, ഓപ്ഷൻ ബി അക്കോർഡിയൻ ഫോൾസ്, ഓപ്ഷൻ സി ഫ്രഞ്ച് ഫോൾഡ്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഫ്രഞ്ച് ഫോൾഡ്. 56-ാം ചോദ്യം. ഫോയിലിംഗ് പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന മർദ്ദം കാരണം അന്തിമ ഇമേജ് സാധാരണയായി എങ്ങനെ കാണപ്പെടുന്നു? ഓപ്ഷൻ എ ഉയർന്നത്, ഓപ്ഷൻ ബി പരന്നത്, ഓപ്ഷൻ സി താഴ്ന്നത്, ഓപ്ഷൻ ഡി തിളക്കമല്ലാത്തത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, താഴ്ന്നത്. 57-ാം ചോദ്യം. സ്റ്റെപ്പിന് ഒരു നിശ്ചിത ആംഗിൾ നൽകുന്നതിനായി ഉപയോഗിക്കുന്ന വെഡ്ജ് ആകൃതിയിലുള്ള ബോർഡുകൾ ഏതാണ്?
ഓപ്ഷൻ എ കട്ടിംഗ് ബോർഡുകൾ, ഓപ്ഷൻ ബി ബാങ്കിംഗ് ബോർഡുകൾ, ഓപ്ഷൻ സി കവർ ബോർഡുകൾ, ഓപ്ഷൻ ഡി പ്രസ് ബോർഡുകൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബാങ്കിംഗ് ബോർഡുകൾ. 58-ാം ചോദ്യം. അലങ്കരിച്ച അരികുകളിൽ ചൂടുള്ള ഫിനിഷിംഗ് ടൂളുകൾ ഉപയോഗിച്ച് ഡിസൈനുകൾ പതിപ്പിക്കുന്ന പ്രക്രിയയെ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻ എ ഗിൽഡിംഗ്, ഓപ്ഷൻ ബി സ്പ്ലിക്കിംഗ്, ഓപ്ഷൻ സി ഗോൾഫിംഗ്, ഓപ്ഷൻ ഡി പെയിന്റിംഗ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗോൾഫിംഗ്. 59-ാം ചോദ്യം. ഫിനിഷിംഗ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കട്ടിംഗ് ഉപകരണം ഏത്? ഓപ്ഷൻ എ പേപ്പർ ഗില്ലിറ്റൻ, ഓപ്ഷൻ ബി ഡോക്ടർ ബ്ലേഡ്, ഓപ്ഷൻ സി സ്കിൻ, ഓപ്ഷൻ ഡി ഡ്രാബിംഗ് റോളർ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, പേപ്പർ ഗില്ലിറ്റൺ. 60-ാം ചോദ്യം. പേപ്പറുകൾ പ്രത്യേക ബ്ലോക്കുകളായി തിരിച്ച് ഒന്നിനു മുകളിൽ ഒന്നായി അടക്കുന്ന പ്രക്രിയ. ഓപ്ഷൻ എ സ്റ്റാക്കിംഗ്, ഓപ്ഷൻ ബി ഗ്യാതറിംഗ്, ഓപ്ഷൻ സി കൊളേറ്റിംഗ്, ഓപ്ഷൻ ഡി ഫോൾഡിംഗ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, സ്റ്റാക്കിംഗ്. 61-ാം ചോദ്യം. താഴെ പറയുന്നവയിൽ ലൈറ്റർ പ്രസ് ബ്രാൻഡിംഗിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ എക്സ്ട്രാ ലെതർ ബൈൻഡിംഗ്, ഓപ്ഷൻ ബി ലൈബ്രറി ബൈൻഡിംഗ്, ഓപ്ഷൻ സി അക്കൗണ്ട് ബുക്ക് ബൈൻഡിംഗ്, ഓപ്ഷൻ സി പബ്ലിക്കേഷൻസ് ബൈൻഡിംഗ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, അക്കൗണ്ട് ബുക്ക് ബൈൻഡിംഗ്.